എന്നിട്ട് കോട്ടുപള്ളി പെരുന്നാളുള്ള ദിവസമാണ്. മഴയുണ്ടെന്ന് തോന്നുന്നു. ഇത് ഗീവറീസാദായുടെ പെരുന്നാളാണ്, സെൻറ്റ് ജോർജ് ഫെസ്റ്റിവൽ. ചില പള്ളികളിൽ അത് April 23, 24. നമ്മുടെ കോട്ടൂർ പള്ളിയിൽ, കോട്ടൂർ പള്ളി എന്ന് പറഞ്ഞാൽ കോലഞ്ചേരിയിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ, മാനുവറ്റൻ ഡയറക്ഷനിൽ, നമ്മുടെ വീടിൻ്റെ തൊട്ട് ചേർന്നുള്ള പള്ളിയാണ്. അവിടെ ഏതാണ്ട് May 5, 6 പല പള്ളികളിലും പല സമയമാണ്. ചിലർ എനിക്ക് തോന്നുന്നു ജോർജിയൻ കലണ്ടറും മറ്റേ വേറെ ഏതാണ്ടുള്ള കലണ്ടർ, 2 കലണ്ടറുകൾ തമ്മിലുള്ള ഡിഫറൻസാണ്. ചിലർ ഓൾഡ് കലണ്ടർ ഫോളോ ചെയ്യും, ചിലർ ന്യൂ കലണ്ടർ ഫോളോ ചെയ്യും. ഒരു കലണ്ടർ ഫോളോ ചെയ്യുമ്പോൾ അത് April 23, 24 വരും. ആ 15 days ഡിഫറൻസ് വരും. മറ്റേ കലണ്ടർ ഫോളോ ചെയ്ത് വരുമ്പോൾ അത് May 5, 6 വരും. ഇടപ്പള്ളിയിലൊക്കെ ഈ സമയത്ത് അത് നേരത്തെ തുടങ്ങും. ഇടപ്പള്ളി 10-15 ദിവസം ഉണ്ട് പെരുന്നാൾ. അതും ഇതുപോലെ സെൻറ്റ് ജോർജ് ഫെസ്റ്റിവലാണ് ഇടപ്പള്ളിയിൽ. കോട്ടൂർ പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ കോലഞ്ചേരി എന്ന് പറയലാണ്. ചെറിയ പള്ളിയാണ്, പക്ഷേ ഒരുപാട് പഴയ പള്ളിയാണ്. പലരും പറഞ്ഞത് അത് ആദ്യം ആലപ്പുഴയിലുള്ള ഏതൊരു പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു. പിന്നീട് അത് പിറവം പള്ളിയുടെ കുരിശുപള്ളിയായി. പിന്നീട് അത് കടമറ്റം പള്ളിയുടെ കുരിശുപള്ളിയായി. അവസാനം അത് കോലഞ്ചേരി പള്ളിയുടെ കീഴ് വന്നു. ഒരിക്കലും അത് മെയിൻ പള്ളിയായിട്ടില്ല, എപ്പോഴും വേറെ പള്ളിയുടെ അണ്ടറിലായിരുന്നു. ആദ്യം ആലപ്പുഴയുള്ള ഒരു പള്ളിയുടെ അണ്ടറിലായിരുന്നു പറഞ്ഞ അവരായിട്ട് അതിൻ്റെ ഒരു കുരിശ് എനിക്ക് തോന്നുന്നു അവിടെയുള്ള നിന്ന് വന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടായിരുന്നതാണ് അവരായിരിക്കും ചിലപ്പോൾ തുടങ്ങി വെച്ചത്. പിന്നീട് അത് ആലപ്പുഴയുള്ള പള്ളിയുടെ കുരിശുപള്ളിയായിട്ട് അത് തുടങ്ങിയെന്നാണ്. കുരിശുപള്ളി എന്ന് പറഞ്ഞാൽ അധികം പ്രാർത്ഥന ഉണ്ടാവില്ല. ഈ നമ്മുടെ പാമ്പാക്കട പള്ളിയുടെ താഴെ മറ്റേ മുറുവത്തി ബാബയുടെ പള്ളിയുടെ താഴെ പരിമല തിരുമേനിയുടെ ഒരു കുരിശ് പള്ളിയുണ്ട്. അവിടെ ഇതുപോലെ വല്ലപ്പോഴും സർവീസ് ചെയ്യുള്ളൂ. അത് അങ്ങനെ പരിമലപ്പള്ളി തിരുമേനിയുടെ മറ്റേ ഓർമ്മ ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളാണ് സർവീസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ ഗീവറീസാദായുടെ ഓർമ്മ ദിവസമൊക്കെ ആദ്യകാലങ്ങളിൽ സർവീസ് ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് പ്രത്യേകിച്ചും വന്ന് ചെയ്യും. സ്ഥിരമായ അച്ഛൻ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. പിന്നെ വൺസ് ഇൻ എ ഇയർ സർവീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം തുടങ്ങിയ സമയങ്ങളിൽ. പിന്നീടാണ് അത് സ്ഥിരമായ എന്നാണ്. ഇത് ഏതാണ്ട് 4th century സ്ഥാപിക്കപ്പെട്ടതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ കോട്ടൂർ പള്ളി ഒരുപാട് പഴയ പള്ളിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പള്ളിയല്ല. ഇപ്പോഴത്തെ പള്ളി മുറുവറ്റിൽ ബാവ പണിതത് പുതുക്കി പണിതാണ്. അത് പുതുക്കി പണിത് 2019 മുറുവറ്റിൽ ബാവ ഈ പണിത പള്ളിയുടെ അതേ ഷേപ്പിൽ തന്നെയാണ് അത് പുതുക്കി പണിത്. മുറുവറ്റിൽ ബാവ പണിത് മറ്റേ പുതുക്കി പണിത് ഏതാണ്ട് 76-നും 1876-നും 1902-ക്ക് ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ 05-ന് ഇടയ്ക്കായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ 1910-ന് ഇടയ്ക്കായിരിക്കും. അദ്ദേഹത്തിന് ഓടിയെടുക്കാവുന്ന പ്രായത്തിലായിരിക്കും പുതുക്കി പണിത്. അത് വീണ്ടും രണ്ടാമത് പുതുക്കി പണിത് ഈ അടുത്തിടയ്ക്കാണ്, 2019-ലാണ്. അതിൻ്റെ മറ്റേ വാളും മാത്രം മെയിൻറ്റെയിൻ ചെയ്തു, ബാക്കിയുള്ള റൂഫും ഒക്കെ കോൺക്രീറ്റ് ആക്കി. പണ്ട് അത് ഓടാറുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. റൂഫ് മാറ്റി ഓടാക്കി, അല്ല ഓട് മാറ്റി മറ്റേ വാർക്കയാക്കി. എന്നിട്ട് വാർക്കയുടെ മുകളിൽ മറ്റേ അലൂമിനിയത്തിൻ്റെ ഇത് കിട്ടും. അലൂമിനിയമാണോ ഓടാണോ? ഓട കിട്ടിയെന്നു. അലൂമിനിയം അല്ല കേട്ടോ, ഓട് മറ്റേ ടാറ്റയുടെ ഇതിട്ടിട്ട് ഓട് കണ്ട് ചെയ്ത് അങ്ങനെയാണ്. അകമൊക്കെ കംപ്ലീറ്റ് ഇതാക്കി, പുതിയ ടൈപ്പിലാക്കി. ഫ്ലോറിംഗ് ഒക്കെ മാറ്റി, എല്ലാം അൾട്രാ മോഡേൺ ടൈപ്പാക്കി. പുറത്തൊക്കെ ടൈൽസൊക്കെ വെച്ച് ഇപ്പോൾ അൾട്രാ മോഡേൺ പള്ളി പോലെയായത്. ചെറുതാണെന്നുള്ളൂ, വലിപ്പം കൂട്ടിയിട്ടില്ല. അന്ന് ഇതിൻ്റെ ആർക്കിടെക്റ്റും പറഞ്ഞാൽ ഇതിപ്പോൾ പുതുക്കി പണിയുമ്പോൾ വലിപ്പം കൂട്ടി പണിയാന്ന്. അന്നേരം അവിടെ അന്ന് ആളുകൾ പറഞ്ഞ് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കുറേ ആളുകൾ പറഞ്ഞ് അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത്. കാരണം അവിടെ ഒരു 100 പേർക്ക് അകത്തിരിക്കാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. 100-150 പേർക്കുള്ള അകത്ത് പള്ളിയുടെ ഉള്ളിലിരിക്കില്ല. പുറത്ത് ഒരു 100-200 പേര് കൂടുതൽ കയറാൻ പള്ളിയിൽ, കോട്ടുപള്ളിയിൽ സൗകര്യമില്ല. അപ്പോൾ പുതിയ ഇതിൽ അത് കുറച്ചും കൂടെ വലുതാക്കണം എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് അത് ആളുകൾ
അതിപ്പോൾ കുറച്ചും കൂടെ വലുതാക്കേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ഇത് പണിതട്ടെ. ഇനിയിപ്പോൾ ഒരു 50-100 കൊല്ലത്തേക്ക് ഒന്ന് പുതുക്കി പണിയാൽ ഒരു 50-100 കൊല്ലത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ചെയ്തപ്പോൾ അത് വലുതാക്കി പണിയേണ്ടതായിരുന്നു. പിന്നെ അത് കൊലഞ്ചേരി പള്ളിയുടെ ഇമ്പോർട്ടൻസ് മറ്റേ ഒരുപാട് വലിയ പള്ളി ഇവിടെ മറ്റേ മെയിൻ പള്ളി കൊലഞ്ചേരിയാണല്ലോ. അപ്പോൾ ആളുകൾ കൊലഞ്ചേരി പള്ളിയിട്ട് വരണം എന്നുള്ളൊരു താല്പര്യം ചിലപ്പോൾ എല്ലാവർക്കും കാണുമായിരിക്കും. കാരണം ഒരുപാട് വലിയ പള്ളി ഇവിടെ പണിത് കഴിഞ്ഞാൽ മറ്റേ കൊലഞ്ചേരി പള്ളിയിലേക്ക് ഉള്ള ആളിൻ്റെ ഫ്ലോയും കുറയും. ഇപ്പോൾ കോട്ടപ്പള്ളിയിലെ വലിയൊരു പള്ളി കൊലഞ്ചേരി പള്ളിയുടെ അടുത്ത് അതിൻ്റെ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗമുള്ള പള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടുള്ള ഫ്ലോ കുറയും. അപ്പോൾ അതും കാണുമായിരിക്കും. അപ്പോൾ മറ്റേതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും ഇവിടെ ഒരുപാട് വലുതാക്കാതിരുന്നത്.